കലത്തിലില്ലാത്ത കഞ്ഞിക്ക് വേണ്ടി നേതാക്കളുടെ കയ്യാങ്കളി. വോട്ട് എണ്ണും മുൻപേ മുഖ്യമന്ത്രി കസേരയ്ക്കായി കടിപിടി. UDFന് വോട്ട് ചെയ്ത വോട്ടർമാർ നിരാശയിൽ. കോൺഗ്രസിൽ അസ്വസ്ഥത പുകയുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തുടരുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ. എറണാകുളം ആലുവയിലാണ് UDF ജയിക്കും VD സതീശൻ നയിക്കും എന്നെഴുതിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിൽ തോട്ടുമുഖത്താണ് വലിയ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. VD സതീശന്റെ ജന്മനാടാണ് ആലുവ ദേശഭാഗം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തും കണ്ണൂരും സമാനമായ രീതിയിൽ VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം ചൂടേറിയ ചർച്ചയാവുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആരാകണം മുഖ്യമന്ത്രി എന്ന ചർച്ചകൾക്ക് ആക്കം കൂടിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും അനുകൂലിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് നേതാക്കളുടെയും അനുയായികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും നേതാക്കൾ ഇതിൽ കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ നേതാക്കളുടെ തീപ്പൊരി പ്രസംഗങ്ങളും AI വീഡിയോകളും ഡോക്യുമെന്ററികളും പോഡ്കാസ്റ്റുകളും കളം നിറയുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്രം വരച്ചു കാട്ടുന്ന ജനനായകൻ എന്ന AI വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. കേരളത്തിന്റെ വികസനത്തിനുള്ള ചർച്ച തുടങ്ങാമെന്ന് ആഹ്വാനം ചെയ്ത രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര എന്ന പോഡ്കാസ്റ്റും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ലോൺ ആപ്പ് കെണിയെക്കുറിച്ചും UDF സ്വീകരിക്കാനിരിക്കുന്ന നടപടികൾ വിശദീകരിച്ചുമാണ് ആദ്യത്തെ വീഡിയോ എത്തിയത്. KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ ഷൂട്ടിംഗും നടക്കുന്നുണ്ട്. പാർലമെന്റിൽ KC നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം നേരിനൊപ്പം പോരാട്ടങ്ങൾ നിലപാടുകൾ എന്ന പുസ്തകമായി പുറത്തിറങ്ങുന്നുണ്ട്. സതീശന്റെ പ്രസംഗങ്ങളുടെ സമാഹാരവും പുറത്തിറങ്ങും. അതേസമയം 100-ലധികം സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസമാണ് സതീശൻ നേരത്തെ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന നിമിഷത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും തർക്കമില്ലെന്നും സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്ന KC വേണുഗോപാൽ ഇപ്പോൾ പുലർത്തുന്ന മൗനം മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.